ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ആക്ച്വലി ഗുഡ് മോർണിംഗ് ആണ്. ഇന്ന് ഇന്നലെ 22 ഇന്നാണ് 22. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഒരു വ്ളോഗാണ്. സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇച്ചിരി ഉണ്ട് കാണിക്കാൻ. സോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇൻഫോ പാർക്കിൽ തരംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് റാലി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിപ്രോയിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും അതിൻ്റെ തിരക്കും ബഹളമൊക്കെ എന്തായാലും ഉണ്ട്. അപ്പം വ്ളോഗ് എടുക്കാൻ പറ്റിയ സമയം. ഇപ്പം സമയം 9:46 ആയി. യൂഷ്വലി ഞങ്ങൾ 8:30 ആകുമ്പം ഇറങ്ങിയിട്ട് 9:30 കയറാറാണ്, ഓഫീസിൽ കയറാണ് പതിവ്. പക്ഷെ ഇപ്പം ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഈ തരങ്കിൽ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ആയതുകൊണ്ട് ഉറക്കമൊന്നും അങ്ങനെ ശരിയാവുന്നില്ല. അപ്പം ടയേർഡാവും നമ്മൾ രാത്രി വന്ന് പിന്നെ കിടന്നിട്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ 10:30 മീറ്റിംഗ് പിന്നെ 10 മണിക്കാക്കി. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇറങ്ങാം. പക്ഷെ ഭയങ്കര വെയിലായിരിക്കും. ഇപ്പം 9:47 ആയി. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പോഴേ അങ്ങോട്ട് റെഡിയായി തുടങ്ങാം. യെസ്, അതിനിടയ്ക്ക് ഞാൻ അവിടെ ലാപ്പൊക്കെ തുറന്നു വെച്ചിട്ട് ഇതിനാണെന്തോ അതിനിടയ്ക്ക് ഇന്ന് ഞാൻ എൻ്റെ ലുക്ക് കണ്ടു. ഞാൻ ഇടാവേ. അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തേക്കണം, മറന്നു പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് ഇവിടെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോണൊരു ടീമാണ്. പിന്നെന്താ, അപ്പം നമുക്കിനി വരുന്ന വെച്ച് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഓഫീസിലൊക്കെ എത്തി. ഒഡീസിൽ വെറുതെ ഒന്ന് തല കാണിച്ചിട്ട് പിന്നെ നമ്മൾ റെഡി ആവാൻ പോണേന്. എനിക്ക് മൂക്കിലേക്കാണ് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടം രസമായിട്ടില്ലേ? കൊള്ളാല്ലേ? ഇത്ര നാളെ ഇതേപോലെ ചെയ്തിട്ട്. എടാ അഞ്ജന, നീ ആരായിരുന്നു? അപ്പൊ ഭരതനാട്യം. അങ്ങനെ ഓൾമോസ്റ്റ് റെഡി. അതിന് ലാസ്റ്റ് ചിലങ്കയും കൂടി ഇടാനുള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവിടെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഇനി മുന്നേ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനാണ് മോഹിനിയാട്ടക്കാരി. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ റാലിക്ക് പോട്ടെ. ഓൾറെഡി നമ്മൾ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി. റാലിൻ്റെ സ്റ്റാർട്ടിങ് ഫ്ലാഷ് മോബായിരുന്നു. അപ്പം അതിൻ്റെ ഫ്ലാഷ് മോബൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മൾ മോഹിനിയാട്ടത്തിന് കോസ്റ്റ്യൂം ഇടുന്നതുകൊണ്ട് ഇതിന് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനും കൂടെ കയറായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റാലി സ്റ്റാർട്ട് ചെയ്യണേ. ഹലോ. അയ്യോ, ഹെൽമെറ്റ് മൊത്തമായി. ഞങ്ങളുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇനി അവിടെ കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം ഇവിടെ ഓഡിസി വന്നിട്ട് കുറച്ച് സാധനമൊക്കെ വെക്കണ്ടായിരുന്നു. ഒറ്റ മനുഷ്യക്കുഞ്ഞില്ല. ഇത് ഹെൽമെറ്റ് കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽമെറ്റ് എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ കയറി വന്നതാണ്. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. അതിന് മുന്നേ ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് സെൻറ്ററിലല്ലോ. അതിൻ്റെ കയ്യിൽ തുലു പോകുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം ഇപ്പം സമയം എത്രയെന്ന് അറിയോ? എൻ്റെ ദൈവമേ, 8:30 ആവുന്നു. 8:30 ആണോ 7:30 ആണോ നോക്കട്ടെ. അപ്പം ഇപ്പം സമയം 8:30 ആവണു.
ഇനി വ്ളോഗൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പം നമുക്കിനി വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ഇനി കുളിച്ചിട്ട് പോയി സാധനം കളഞ്ഞിട്ട് തന്നെ പോകാം. ഇതിപ്പം ഇവിടുന്ന് കളയാൻ പറ്റിയില്ല. ആരെങ്കിലും വണ്ടി ഓട്ടിക്കണം നമുക്ക് നോക്കി പിടിപ്പിക്കാമല്ലോ. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ ഓഡീസിലിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കത് ഭയങ്കര ഷോർട്ട് വ്ളോഗാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കുറച്ച് ഫുട്ടേജസ് ഒക്കെ ഉള്ളത് എല്ലാം വെച്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. എല്ലാം കഴിഞ്ഞ് ഞാൻ ചത്ത് ഗൈസ്. അതെൻ്റെ പിന്നെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്കാണെങ്കിൽ അവിടെ ഏതോ ഒരു അമ്പലത്തിൽ എന്തോ ഉത്സവമായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബജ്ജി കടയൊക്കെ ഉണ്ടായിരുന്നു. വിശന്നിട്ടും പാടില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ബജ്ജി മേടിച്ച് കഴിച്ചു.